ഹലോ. അപ്പം നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ഇന്നത്തോട് കൂടി കഴിയുകയാണ്. അപ്പം രാവിലെ തന്നെ അമ്പലത്തിലോട്ട് വന്നതാണ്. അപ്പം അമ്പലത്തിൽ നമ്മുടെ കൃഷ്ണൻകുട്ടി ആനയ്ക്കും ഒരു പഴക്കോല, ഒപ്പം മഹാദേവന് ഒരു പഴക്കോല കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പം ആദ്യം തന്നെ നമ്മുടെ മഹാദേവൻ്റെ നടയിൽ ഒരു കൊല നമ്മൾ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ എള്ളുപറ വഴിപാടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ കൃഷ്ണൻകുട്ടീനെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ വന്നപ്പോൾ കൃഷ്ണൻകുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊല കൊണ്ടുവരാമെന്ന്. അപ്പം നമ്മളെ ഇതേ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ തലയൊക്കെ ആട്ടി ചെവിയൊക്കെ ആട്ടി നല്ല സന്തോഷത്തിലാണ്. കൃഷ്ണൻകുട്ടി നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്ന അന്ന് മുതലേ വരുവേ. പിന്നെ ഉത്സവം കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ തൊഴാൻ വരുന്ന ആളുകളൊക്കെ കാണാറും ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ വരുന്നവരൊക്കെ ഇതുപോലെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എല്ലാം തന്നെ കഴിക്കും. നല്ല ഇണക്കമുള്ള ഒരു ആന കേട്ടോ കൃഷ്ണൻകുട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തുമ്പിക്കൈ നീട്ടി വാങ്ങിച്ച് കഴിക്കും. നമ്മൾ ആ തുമ്പിക്കൈയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഭയങ്കര ഒരു സന്തോഷം തോന്നും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ. ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാട്ടോ എള്ളുപറ വഴിപാട് നടക്കുന്നത്. എള്ളുപറ നമുക്ക് കുടുംബ ഐശ്വര്യത്തിനും കണ്ടകശനി അതുപോലുള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും എള്ളുപറ വഴിപാട് ചെയ്തു കേട്ടോ. അതോടൊപ്പം അവിടെ വന്ന എല്ലാ ഭക്തജനങ്ങളും ഈ വഴിപാട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി സദ്യ ഉള്ളതുകൊണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ഇതാ അച്ചാറ് വന്നു, പുളിശ്ശേരി വന്നു, ഓലം വന്നു, അങ്ങനെ എല്ലാം കൂട്ടി നല്ല പായസം കൂട്ടിയിട്ട് ഒരു ഊണും കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയത്.